അസ്സലാമു അലൈക്കും. ഒരിക്കൽ വഴിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. ഒരു മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം അല്പം തല താഴ്ത്തി അതിലൂടെ നടന്നുപോയി. കണ്ടു നിൽക്കുന്ന സ്വഹാബത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അനസ് തങ്ങളെ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തല താഴ്ത്തി നടന്നുപോയത്? അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, എൻ്റെ പ്രവാചകൻ ഇവിടെ എത്തുമ്പോൾ തല കുനിച്ചിട്ടാണ് നടന്നിരുന്നത്. ലോകത്ത് ഇത്രത്തോളം അനുകരിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ വേറെയില്ല. പ്രവാചകൻ എങ്ങനെ നടന്നു അതുപോലെ നടക്കാൻ, എങ്ങനെ കിടന്നു അതുപോലെ കിടക്കാൻ, എങ്ങനെ ഭക്ഷണം കഴിച്ചു അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ട, ജീവിതത്തിൽ ആ മഹാമനുഷ്യൻ നടന്നു തീർത്ത വഴികളെ മുഴുവൻ അതേപടി തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഓരോ മുസ്ലിങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഇത്രത്തോളം അനുകരിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ വേറെയില്ല. അതുപോലെ തന്നെ ഇത്രത്തോളം വിമർശിക്കപ്പെടുന്ന, തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരു മനുഷ്യനും വേറെയില്ല. ഇതൊരു യാത്രയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പൂർണ്ണ ജീവിതം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുടെ മുൻപിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം പൂർത്തിയാകുന്ന ഒരു യാത്രയാണിത്. അതുപോലെ തന്നെ ഒരു കടലിനെ നോക്കി അതിനെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അതിലെ വെള്ളം കോരിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു പ്രവണതയാണിത്, ഒരു പ്രവൃത്തിയാണിത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പൂർണമായ 63 വർഷത്തെ ആ ജീവിതം, മക്കയിലും മദീനയിലുമായി കഴിച്ചു കൂട്ടിയ ആ ജീവിതകാലത്തെ, അതിലെ മനോഹരമായ മുഹൂർത്തങ്ങളെ അടുക്കും ചിട്ടയോടുകൂടെ പല ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളും വീഡിയോ ഒക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ മാസം ഒരു വലിയ സൽക്കർമ്മമായി നാഥനെ സ്വീകരിക്കട്ടെ. മാത്രമല്ല, ഇത് മനോഹരമായി പറയാനും അത് ശ്രവിക്കാനും നിങ്ങളിലേക്ക് എത്താനും ഇത് ഭംഗിയായി പൂർത്തീകരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നാഥ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. ആ മനോഹരമായ ജീവിതയാത്രയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രവാചകന്റെ ജീവിതം പറഞ്ഞു തുടങ്ങുമ്പോൾ അത് അറേബ്യയുടെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അറേബ്യയുടെ കഥ തുടങ്ങേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഭാര്യ സാറാ ബീവിയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. അവിടെ എത്തി അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അവിടുത്തെ അക്കാലത്തുണ്ടായിരുന്ന ഫറോവ നാട്ടിലുള്ള സുന്ദരികളായ എല്ലാ സ്ത്രീകളെയും ഉപയോഗിക്കുന്ന വളരെ മോശം സ്വഭാവക്കാരനായ ഒരു രാജാവായിരുന്നു. ഇങ്ങനെ ഇബ്രാഹിം എന്നൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞ ആ രാജാവ് ഉടനെ തൻ്റെ പട്ടാളക്കാരെ അയക്കുകയും ആ സാറയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു. ഉടനെ പട്ടാളക്കാർ പോയി സാറാ ബീവിയെ ബലമായി പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ മുന്നിലെത്തിക്കുകയാണ്. സാറാ ബീവി ആ പോകുന്നതിനിടയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട, അള്ളാഹുവേ അങ്ങ് എന്നെ രക്ഷിക്കണം. അങ്ങനെ സാറാ ബീവി പട്ടാളക്കാർ വലിച്ചു വെച്ച് കൊണ്ടുപോകുമ്പോഴും വളരെ ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ സാറാ ബീവിയെ രാജാവിൻ്റെ മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. കാമഭ്രാന്തോടുകൂടെ തൻ്റെ അടുത്തേക്ക് വരുന്ന രാജാവിനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോകുന്നു. അദ്ദേഹം അവിടെ തളർന്ന് വീഴുകയാണ്. ഉടനെ രാജാവിന് മനസ്സിലാവുന്നുണ്ട് ഇത് സാധാരണ ഒരു സ്ത്രീയല്ല. രാജാവ് ആ സാറാ ബീവിയോട് കേണപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇനി ഞാൻ ഒരു ബുദ്ധിമുട്ടും ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ സാറാ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും രാജാവ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. വീണ്ടും സാറാ ബീവിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും സാറാ ബീവി പ്രാർത്ഥിക്കുമ്പോൾ രാജാവ് പതിവ് പോലെ ശരീരം ക്ഷയിച്ച് വീണു പോവുകയാണ്. ഇതുപോലെ 3 പ്രാവശ്യം തുറന്നു പോകുന്നുണ്ട്. അവസാന പ്രാവശ്യവും സാറാ ബീവി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ നിൽക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം പട്ടാളക്കാരെ വിളിക്കുകയും ഇത് സാധാരണ ഒരു സ്ത്രീയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാറാ ബീവിയെ തിരിച്ചയക്കുന്നത്. അങ്ങനെ സാറാ ബീവിയെ തിരിച്ചയക്കുമ്പോഴാണ് കൊട്ടാരത്തിൽ നിന്ന് ഒരു സമ്മാനമായിക്കൊണ്ട് ഹജറ എന്നൊരു അടിമയെ, അതിസുന്ദരിയായ ഒരു അടിമയെ സാറാ ബീവിക്ക് ആ ഫറോവ നൽകുന്നുണ്ട്. ആ ഹജറ എന്ന അടിമയും കൊണ്ടാണ് സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ അവർ ആ അടിമ സ്ത്രീയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രായം ഏകദേശം 85 വയസ്സായിരുന്നു. സാറാ ബീവിക്ക് 76. അക്കാലത്ത് അവരെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു മക്കളില്ല എന്നതായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ അത്യധികം കാലങ്ങൾ പിന്നിട്ടുവെങ്കിലും അവർക്ക് അല്ലാഹു ഒരു മക്കളെയും കനിഞ്ഞേകിയിരുന്നില്ല. ഒരിക്കൽ കൂടാരത്തിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൂടാരത്തിൻ്റെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്.
പുറത്തേക്ക് വിളിച്ചുകൊണ്ട് അള്ളാഹു അവിടുന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇബ്രാഹിം, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക. അവിടുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ അസംഖ്യം നക്ഷത്രങ്ങളെ കാണുകയാണ്. ഉടനെ അള്ളാഹു പറയുന്നുണ്ട്, ഓ ഇബ്രാഹിം, ഇത്രത്തോളം വലിയൊരു സമൂഹമാക്കി നിങ്ങളുടെ സന്താനങ്ങളെ ഞാൻ മാറ്റും. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വളരെ വലിയൊരു സന്തോഷ വാർത്തയായിരുന്നു. അതിനുശേഷമാണ് സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തങ്ങളുടെ കൂടെയുള്ള ഈ ഹാജറ എന്ന സുന്ദരിയായ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറയുകയും അങ്ങനെ അവരിലൂടെ നമുക്കൊരു മക്കൾ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ അള്ളാഹുവിൽ നിന്നുള്ള ഐശ്വര്യമായിരിക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സാറാ ബീവിയുടെ സമ്മതം കൊണ്ട് തന്നെയാണ് ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഇടക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വളരെയധികം സന്തോഷകരമായിക്കൊണ്ട് ഹാജറ ബീവി ഗർഭിണിയാവുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവാകാൻ പോകുന്നു. ഹാജറ ബീവിക്ക് കുഞ്ഞുണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള അസൂയയും പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ ഉടലെടുക്കുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ഭാര്യ ഹാജറയും തൻ്റെ പൊന്നുമോനെയും കൊണ്ട് ആ നാട് വിട്ടു പോകുന്നത്. ആ പൊന്നുമോൻ അവർ പേരിടുന്നത് ഇസ്മായിൽ എന്നാണ്. ഇസ്മായിൽ എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഏറെ കാലത്തെ ആ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് വേണം ആ ഇസ്മായിൽ നബിയെ നമുക്ക് കണക്കാക്കാൻ. അങ്ങനെ കനാനിൽ നിന്ന് 40 ദിവസങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്ന അറേബ്യയിലെ ഒരു ഉയർന്ന പ്രദേശമായ ബക്ക എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് അവരെത്തിച്ചേരുകയാണ്. കയ്യിൽ അല്പം ചില വെള്ളവും ഈത്തപ്പഴവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കാട് മൂടിക്കിടക്കുന്ന വിജനമായ മരുപ്പറമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തൻ്റെ കൈക്കുഞ്ഞിനെയും ഏൽപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മടങ്ങാനിരിക്കുന്ന സമയത്ത് ഹാജറ ബീവി പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ലേ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറയുന്നു, അതേ പ്രിയപ്പെട്ടവളെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്. അത് മാത്രം കേട്ടാൽ മതിയായിരുന്നു. അവർ സന്തുഷ്ടയായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ ആ മക്കയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, ഒട്ടും വാസയോഗ്യമല്ലാത്ത ജനഹൃദയങ്ങളൊന്നുമില്ലാത്ത ഈ ഇടത്തിൽ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും നിന്റെ കൽപ്പന പ്രകാരമാക്കി ഞാൻ തിരിച്ചു പോവുകയാണ്. നീ അവർക്ക് സംരക്ഷണം നൽകണം. ആളുകളുടെ ഹൃദയം അവിടേക്ക് ചായുകയും അവർക്ക് മധുരഫലങ്ങൾ കനിയായി നൽകുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്ന ഒരു പ്രാർത്ഥന വർഷങ്ങൾക്ക് ശേഷം അത് പുലരുന്ന മനോഹരമായ ദൃശ്യങ്ങൾക്ക് ഈ ചരിത്രം സാക്ഷിയാകുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണവും വെള്ളമൊക്കെ കഴിയുന്നുണ്ട്. ആ പിഞ്ചു പൈതൽ അവിടെ നിന്ന് അലറിക്കരയുന്നു. ദാഹിച്ചവശയായി കരയുന്ന കുഞ്ഞും അതിനെ ദാഹം തീർക്കാൻ വേണ്ടി ആ സഫാ മറവുകൾക്കിടയിലൂടെ ഓടുന്ന ഹജറ ബീവിയുടെ ചരിത്രവും ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിക്കുന്ന ഇടത്ത് നിന്ന് ഉറവയെടുക്കുന്ന സംസം കിണറിന്റെ ചരിത്രവും എല്ലാം നമുക്ക് വളരെ സുപരിചിതമായ ചരിത്ര രേഖയാണ്. അങ്ങനെ സംസം കിണർ അവരെ രൂപപ്പെടുകയും അങ്ങനെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടേക്ക് വെള്ളം കുടിക്കാൻ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ സാന്ത്വനമായിരുന്നു. മാത്രമല്ല, ഇതിലൂടെ പോകുന്ന യാത്രികർ ഇവിടെ പക്ഷിയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും ഇവിടെ ജനവാസമുണ്ട്, ജലമുണ്ട് എന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്തുന്നത് ജുർഹും ഗോത്രക്കാരാണ്. അറേബ്യയിൽ ആദ്യമായി താമസം തുടങ്ങുന്ന ആളുകൾ ഈ ജുർഹും ഗോത്രക്കാരാണ്. അറബികളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യമായി എത്തുന്നത് ഈ ജുർഹും ഗോത്രക്കാരിലേക്കാണ്. അവർ തങ്ങളുടെ ഒരു ദൂതനെ ആ കിണറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഒരു ഉമ്മയും ചെറിയൊരു കുഞ്ഞുമാണ്. ദൂതൻ അവരോട് സമ്മതം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചോട്ടെ, അല്പകാലം ഞങ്ങൾ ഇവിടെ തങ്ങിക്കോട്ടെ എന്നൊക്കെ. ആ സമയത്ത് ഹാജറ ബീവി അവർക്ക് സമ്മതം കൊടുക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെള്ളം എടുക്കാം, ഇവിടെ തങ്ങുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ കിണറിൻ്റെയോ ഈ സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്തം എന്നും ഞങ്ങൾക്കേതായിരിക്കും എന്നാണ് അവരന്ന് ഇവിടെ വെക്കുന്ന ഒരു വ്യവസ്ഥ. അങ്ങനെ ജുർഹും ഗോത്രക്കാരതിന് സമ്മതിക്കുകയും വളരെ സുന്ദരമായിട്ട് തന്നെ അവിടെ ജീവിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ജുർഹും ഗോത്രക്കാരുടെ കൂടെ അവിടെ വന്നതോടുകൂടെ അത് ആ മരുഭൂമിയിൽ ജലം ഉള്ള സംസം കിണറുള്ള അതിമനോഹരമായ ഒരു പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമായിട്ട് ആ പ്രദേശം പിന്നീട് മാറുന്നുണ്ട്. ബക്ക എന്നത് തന്നെയായിരുന്നു ആ കാലത്തൊക്കെ അത് അറിയപ്പെടുന്നിരുന്നത്. കാരണം അത് മലകൾക്കിടയിലുള്ള ഒരു പ്രദേശമായിരുന്നു എന്നതാണ് ആ നാമത്തിന് പിന്നിലുള്ള കാരണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം അങ്ങനെ അവർക്കിടയിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ജുർഹും ഗോത്രക്കാരുടെ കൂടെയാണ് അദ്ദേഹം വളരുന്നതും അവരിൽ നിന്ന് അറബി ഭാഷ പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടക്ക് ഒരു 3-4 തവണ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെയും ഭാര്യയും കാണാൻ വേണ്ടിയിട്ട് ഈ ബക്കയിലേക്ക് എത്തുന്നത്. അതിൽ ഒന്നാമത്തേത് ചരിത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആ പുത്ര ബലിയുടെ പ്രതിജ്ഞ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്.
തനിക്കുണ്ടായ കുഞ്ഞിനെ ദൈവമാർഗത്തിൽ ബലി അർപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിരന്തരമായി അദ്ദേഹത്തിന് സ്വപ്നം കാണിച്ചു കൊടുക്കുകയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അചഞ്ചലമായ വിശ്വാസം തുളുമ്പുന്ന വാക്കുകളൊക്കെ ചരിത്രത്തിൽ ഇന്നും രേഖപ്പെടുത്തി കിടക്കുന്നതാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട്, പൊന്നുപ്പ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിന് മടിക്കരുത്. നിങ്ങൾ എൻ്റെ കഴുത്തിലേക്ക്, നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ എന്നെ അറുത്ത് കളയണമെന്ന് പറയുന്ന ആ ചെറിയ ബാലന്റെ ഈമാൻ നമുക്ക് ഏവർക്കും പരിചിതമാണ്. അങ്ങനെ അള്ളാഹു ഒരു ആടിനെ ഇറക്കി കൊടുക്കുകയും ആ ബലികർമ്മം അങ്ങനെ പൂർത്തീകരിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നീട് ചരിത്രത്തിന്റെ ബാക്കി പത്രങ്ങൾ. പിന്നീട് ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുമ്പോൾ അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കാണുന്നില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മറ്റേതോ പ്രദേശത്തേക്ക് പോയതായിരുന്നു. അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയും അങ്ങനെ ഏറെ കാലത്തിന് ശേഷമാണ് പിന്നീട് അവർ കണ്ടുമുട്ടുന്നത്. അത് കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൽപ്പന പ്രകാരമായിരുന്നു. ആ കാലത്ത് തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഈ ജുർഹൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, അതിസുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവരുമായുള്ള ഒരു വിവാഹ ബന്ധം, അങ്ങനെ ജുർഹൂം ഗോത്രവുമായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കുടുംബം ചേരുന്ന ഒരു ബന്ധം അങ്ങനെ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ അറബികളുടെ മക്കയിൽ വരുന്നതിനെ തുടർച്ച. അഥവാ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൽ നിന്നാണ് ആ ബന്ധം തുടങ്ങുന്നത്. ആ ബന്ധം പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞെത്തിച്ചത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 100 വയസ്സ് പൂർത്തിയായിരിക്കുന്ന സമയത്താണ് മറ്റൊരു ഭാര്യയായിരുന്ന സാറാ ബീവിക്ക് അന്ന് 90 വയസ്സൊക്കെയാണ് പ്രായം. ആ സമയത്താണ് ഇസ്ഹാഖ് എന്ന പുത്രൻ കൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടാവുന്നത്. മാത്രമല്ല, അങ്ങനെ ജീവിതം അവരുടെ കഴിഞ്ഞു പോവുകയും കഅബ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ഭവനമാണ് പരിശുദ്ധ കഅബാലയം. അത് ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന അളവിൽ അത് നിർമ്മിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും കല്ലുകളൊക്കെ ചുമന്ന് വന്ന് ആ മലയ്ക്കിടയിൽ ആ ബക്ക എന്ന പ്രദേശത്ത് അങ്ങനെ ഒരു ഗോപുരം, അങ്ങനെ ഒരു ഭവനം അവിടെ സൃഷ്ടിക്കുകയാണ്. മാത്രമല്ല, ആ നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നും ഹജറുൽ അസ്വദ് എന്ന ഒരു പരിശുദ്ധമായ ശില അവരിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. അത് ഒരു മലമുകളിലേക്ക് ഇറക്കുകയും ശേഷം അവിടെ നിന്ന് ഒരു മാലാഖ വന്നുകൊണ്ട് അത് കഅബയിൽ സ്ഥാപിക്കുകയുമായിരുന്നു. അക്കാലത്ത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ സമയത്ത് അത് പാലിനേക്കാൾ വെളുത്ത നിറമായിരുന്നെന്നും പിന്നീട് ആദം സന്തതികളുടെ ചെയ്തികൾ മൂലം, അവരുടെ തെറ്റുകൾ മൂലം അത് കറുത്തുപോയതുമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്തും കഅബ നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഒരു കല്ലിൽ കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഈ വിശുദ്ധ കഅബാലയത്തിന് സമീപത്ത് ഞാൻ എൻ്റെ കുടുംബത്തെ ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്, ആളുകളെ നീ ഇവിടേക്ക് വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ചരിത്രം ഇന്നും അത് ഓർമ്മിക്കപ്പെടുന്നു. വർഷാവർഷവും എത്രയോ ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ടും ഉംറയ്ക്ക് വേണ്ടിയിട്ടും മക്കയെ ഇന്നും ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള ഒരു കേന്ദ്രമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പല പ്രാർത്ഥനക്കും അള്ളാഹു ഇതുപോലെ മനോഹരമായ കാലാതിവർത്തിയായി നിലനിൽക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ അവരുടെ തീർത്ഥാടനത്തിനുള്ള ഒരുപാട് മുറകളൊക്കെ ക്രമീകരിക്കപ്പെടുകയാണ്. തൻ്റെ കുഞ്ഞിന് വേണ്ടി ജലം തേടി ഓടിയ ഹജറ ബീവിയുടെ ത്യാഗസ്മരണകൾക്ക് വേണ്ടി ഹജ്ജ് വേളയിൽ ഇന്നും സഫാ മറവകൾക്കിടയിലൂടെ ഓടുന്ന ഹാജിമാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് 12 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു മകനാണ് അദ്നാൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 21ാമത്തെ പിതാവായിട്ടാണ് അദ്നാൻ ആ പരമ്പരയിൽ എത്തുന്നത്. അങ്ങനെയാണ് ആ പരമ്പര നീളുന്നത്. അതുവരെ വളരെ മനോഹരമായി തുടർന്നു പോയിരുന്ന ആ ബന്ധം പിന്നീട് ശിഥിലമാകുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്തോടുകൂടെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് മുമ്പ് വഫാത്താവുക, ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാം വഫാത്തായതോടുകൂടെ ഈ ജുർഹൂം ഗോത്രക്കാര് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങുകയാണ്. മക്കയിലേക്ക് അക്കാലമായതോടുകൂടെ എല്ലാ വർഷവും ഒരു സമയത്ത് വലിയ തീർത്ഥാടനവും ബാക്കിയുള്ള കാലങ്ങളിൽ മുഴുവനും ചെറിയ ചെറിയ തീർത്ഥാടനങ്ങളൊക്കെ എത്തിയിരുന്നു. ആ കാലത്ത് ജുർഹൂം ഗോത്രക്കാർ തന്നെയായിരുന്നു ഇവങ്ങനെ തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണവും പാനീയവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്ത് കഴിഞ്ഞതോടുകൂടെ ഈ ജുർഹൂം ഗോത്രക്കാര് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇങ്ങനെ തീർത്ഥാടനത്തിനെത്തുന്ന ആളുകളിൽ നിന്ന് അവർ കൊള്ളയടിക്കാനും അവരെ ഉപദ്രവിക്കാനും ആക്രമിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടെ മക്കയിൽ താമസിക്കുന്ന മറ്റ് നിവാസികൾക്ക് ഇവരെ കൊണ്ട് പൊറുതിമുട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പുറത്തു നിന്നുള്ള ബനൂ ഖുസാ ഗോത്രക്കാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ സഹായത്തോടുകൂടെ ഈ ജുർഹൂം ഗോത്രക്കാരെ അവർ ആട്ടി ഓടിക്കുന്നത്. അങ്ങനെ അവർ യമനിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മാനവരാശിയുടെ ഒരു വലിയ പാതകം അവർ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, അവർ തങ്ങൾക്ക് ലഭിക്കാത്ത ഈ സ്വർഗീയ പാനീയം, ഈ സംസം,
അത് ആർക്കും കിട്ടരുത് എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ ആ സംസം കിണർ മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ അതിലേക്ക് തള്ളുകയും അങ്ങനെ ആ സംസം കിണർ മൂടിയിട്ടാണ് ഈ ജുർഹും ഗോത്രക്കാർ യമനിലേക്ക് നാട് വിട്ടു പോകുന്നത്. പിന്നീട് ആ കാലത്ത് ആരും അങ്ങനെ ഒരു ജലപാനീയം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ വിട്ടുപോവുകയാണ്. എത്രയോ വർഷങ്ങൾ സംസം അങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ ബനൂ ഖുസാ ഗോത്രക്കാരായിരുന്നു പിന്നീട് മക്കയുടെ അധികാരം ഏറ്റെടുത്തിരുന്നത്. അവർ തന്നെയായിരുന്നു കഅബയിലെത്തുന്ന ആളുകളെ സ്വീകരിക്കുകയും അങ്ങനെ ആളുകൾക്ക് അവരെ വളരെ സമ്മതത്തോടു കൂടി തന്നെ അവർ മക്കയിലെ നേതാക്കളായി മാറുന്നു. ഇങ്ങനെ ഖുസാ ഗോത്രക്കാരുടെ ഭരണം മക്കയിൽ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അക്കാലത്താണ് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്നൊരു നേതാവ് ഈ ഖുസാ ഗോത്രത്തിന് എത്തുന്നത്. അദ്ദേഹമായിരുന്നു മക്കയിലെ വളരെ വലിയ സമ്മതിതനായ നേതാവ്. അങ്ങനെ കഅബയുടെ ഉത്തരവാദിത്വവും മറ്റു ചുമതലകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിജീവിയായിട്ട് മക്കയിലെ ആളുകളെ കണ്ടിരുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാവരും അവർ ശ്രദ്ധിക്കുകയും വളരെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം സിറിയയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. സിറിയയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകയും വിശദീകരിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സിറിയ എന്നത് ഇന്നത്തെ യൂറോപ്പൊക്കെ പോലെ അവർ വളരെ ഉയർന്ന ചിന്താഗതിക്കാരും വളരെ വലിയ ആളുകളുമാണ് എന്ന് ലോകത്ത് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ കൂടെയായിരുന്നു. അക്കാലത്ത് സിറിയയിൽ നിലനിന്നിരുന്ന ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും ഒക്കെ മക്കയിലേക്കും കഅബയിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഈ അംർ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് വിഗ്രഹാരാധന മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം സിറിയയിലെത്തി അവിടെ നിന്ന് തിരിച്ചു പോരാനിരിക്കുന്ന സമയത്ത് ഹുബൽ എന്ന ഒരു വിഗ്രഹത്തെ വാങ്ങിയിട്ടാണ് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. സിറിയയിൽ അക്കാലത്ത് നിരവധി വിഗ്രഹങ്ങളും ബഹുദൈവ ആരാധനയൊക്കെ നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു കാലത്ത് ഒരു നല്ലൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ബഹുദൈവ ആരാധനയും വിഗ്രഹാരാധനയൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു കാലത്തൊരു നല്ല മനുഷ്യൻ ജീവിക്കുകയും അദ്ദേഹം ഇസ്ലാമിലും മുസ്ലിങ്ങളിലും അദ്ദേഹം ആ കാലത്തുണ്ടായിരുന്ന പ്രവാചകനിലൊക്കെ നല്ല രീതിയിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആളുകൾക്കിടയിൽ വളരെ പ്രശസ്തി നേടും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ ആളുകൾ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരാധന സ്തൂപവും അദ്ദേഹത്തിൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. തലമുറകൾ മാറുന്നതോടുകൂടെ ആ ബഹുമാനം പതിയെ പതിയെ ആരാധനയിലേക്ക് വഴിമാറുകയും അവർ ഒരു വലിയ വിഗ്രഹവും അവർ വലിയ ദൈവവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന ഒരു വിശ്വാസങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് വളരെ ദൈവം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ദൈവം എന്നൊരു വലിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ അള്ളാഹുവിന് കൂടെ അവർ മറ്റു പല ദൈവങ്ങളെയും പങ്കു ചേർത്തു എന്നതാണ് അവർ ചെയ്ത വലിയൊരു തെറ്റ്. അബൂജഹലൊക്കെ പലപ്പോഴും അള്ളാഹു ആണ് സത്യം എന്ന് വെച്ചുകൊണ്ട് ഖുറൈശികൾ മുഴുവനും അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്യുന്ന നിരവധി അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർക്ക് അള്ളാഹു എന്നൊരു വലിയ വിശ്വാസത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ഒരു ദൈവമുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. അവർ ഇതുപോലുള്ള പല ദൈവങ്ങളെയും അള്ളാഹുവിനെ സഹായിയായിട്ട് ചേർത്തു എന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ ചെയ്തതോടുകൂടെ തന്നെ ദൈവം എന്നത് വിദൂര സങ്കല്പത്തിലുള്ള വലിയൊരു സങ്കല്പമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഹുബൽ എന്ന വിഗ്രഹവുമായിട്ട് അംർ എന്ന വ്യക്തി മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും അതിൻ്റെ കൈയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ ഇവിടെ വന്നതിന് ശേഷം അവർ ഒരു സ്വർണം കൊണ്ട് അതിനൊരു കൈ വെച്ച് പിടിപ്പിക്കുകയും തുടർന്ന് അത് കഅബയിൽ പ്രതിഷ്ഠിക്കുകയും അതിനെ ആരാധിച്ചു തുടങ്ങുകയൊക്കെ ചെയ്യുകയായിരുന്നു. ഈ അംർ വളരെ ബുദ്ധിജീവിയായ ആളായിരുന്നു നമ്മൾ പറഞ്ഞു. ആളുകൾക്ക് വളരെ സമ്മതിതനായ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് സ്വീകാര്യവുമായിരുന്നു. അങ്ങനെ ഹുബലിന്റെ കാര്യമൊക്കെ വിശദീകരിക്കുകയും ഹുബൈ ആളുകൾക്കിടയിൽ വളരെ സ്വീകാര്യത നേടി വരികയും ചെയ്യുന്നുണ്ട്. അതോടുകൂടെ ഇതിന് വലിയൊരു വ്യാപനം നൽകുന്നത് മക്ക എന്നത് അന്ന് അക്കാലത്തുണ്ടായിരുന്ന ഒരു ഹബ്ബായിരുന്നു. എല്ലാ വർഷവും ആളുകൾ നിരന്തരം അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇതുപോലത്തെ വിഗ്രഹങ്ങൾ പല നാടുകളിലേക്കും ഒഴുകാൻ തുടങ്ങി. ഇവിടെ വരുന്നവർ മുഴുവനും കഅബയിൽ നിന്ന് വിൽക്കുന്ന ആ വിഗ്രഹങ്ങളെ വാങ്ങിക്കൊണ്ട് അവർ തങ്ങളുടെ സ്വയം നാട്ടിലേക്ക് പോവുകയും അവിടെയൊക്കെ ഇതുപോലത്തെ ദൈവങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വളരെ വലിയൊരു വ്യാപനമാണ്, ഒരു വിപത്താണ് ഈ അംർ ഈ ഹുബലിനെ വാങ്ങി വരുന്നതോടുകൂടെ ചെയ്യുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ നരകം സന്ദർശിക്കുന്ന വേളയിൽ പറയുന്നുണ്ട്, അംറിനെ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം തങ്ങളുടെ അകത്തുള്ള കുടൽമാലകൾ മുഴുവനും വലിച്ചേച്ചുകൊണ്ട് നരകത്തിലൂടെ നടക്കുന്ന ഭീതിതമായ സാഹചര്യത്തെ പറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മതത്തെ പൂർണ്ണമായി നിരാകരിച്ച് പുതിയൊരു ആശയത്തെ കൊണ്ടുവന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അംറിനുള്ള ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടാണ് ആ ഹദീസ് നമ്മൾ വായിച്ചെടുക്കുന്നത്. വിഗ്രഹാരാധന തുടങ്ങി എന്നൊരു വലിയ വിപത്തിനുള്ള ഇന്നും ആളുകൾ ആരാധിക്കുന്ന ആ ആരാധനക്കുള്ള എല്ലാ ഒരു തെറ്റിന്റെ പങ്ക് ആ അംറിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് ശേഷം ഈ അംറൊക്കെ വന്നതിന് ശേഷമുള്ള കാലഘട്ടം അത് ജാഹിലിയ എന്നറിയപ്പെടുന്നത്. കാരണം മത മൂല്യങ്ങൾക്കോ മാനുഷിക മൂല്യങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത വളരെ ക്രൂരരായ ഒരുപാട് വിഗ്രഹാരാധനയും മറ്റും മനുഷ്യരെന്താണോ വിചാരിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. ആ കാലയളവിലേക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത്. അങ്ങനെ വിഗ്രഹാരാധന വളരെ വ്യാപനം ചെയ്യുന്നുണ്ട് അവിടെ. ഫത്ഹ് മക്കന്റെ വേളയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് എത്തി അവിടെ നിന്ന് എടുത്തുപേക്ഷിക്കുന്നത് 360 വിഗ്രഹങ്ങളെയാണ്. ഓരോ കുടുംബത്തിനും ഓരോ ആളുകൾക്കും എന്നതുപോലെയൊക്കെ ഓരോ കാലത്തെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വിഗ്രഹത്തെയും അവർ കഅബയിലും കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ 360 വിഗ്രഹങ്ങളെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്ഹ് മക്കയുടെ വേളയിൽ അവിടെ നിന്ന് എടുത്തുപേക്ഷിക്കുന്നത്. ബുഖാരിയുള്ള ഒരു ഹദീസിൽ കാണാം, ആളുകൾക്ക് വിഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവരുടെ കൂടെ വിഗ്രഹമില്ലെങ്കിൽ അക്കാലത്ത് അവർ മണ്ണ് കൂട്ടിയിട്ട് അതിലേക്ക് ഒട്ടകത്തിന്റെ പാലൊഴിച്ച് ഒരു വിഗ്രഹം ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ആളുകൾക്ക് അതൊരു ഭ്രമമായി മാറി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരിക്കൽ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആരാധിക്കാൻ വിഗ്രഹമില്ലാതായി. ഉടനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈത്തപ്പഴം കുരുകളഞ്ഞ് അവരുടെ വിഗ്രഹത്തിന്റെ രൂപം മാറ്റുകയും അതിനെ ആരാധിക്കുകയും ശേഷം വിശന്ന് കഴിഞ്ഞപ്പോൾ അത് എടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന വേളയിൽ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന ഒരു ഹദീസിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കും. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നായില അസ്വാഫ് എന്ന് പറയുന്ന രണ്ടാളുകൾ, അഥവാ ഒരു കമിതാക്കളായിരുന്നു, അത് പ്രണയിനികളായിരുന്നു. ജുർഹും ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ. അവര് ഇങ്ങനെ പ്രണയത്തിൽ കഴിയുന്ന അവസരത്തിലാണ് അവര് കഅബയുടെ ഉള്ളിലേക്ക്, ഈ കമിതാക്കൾ രണ്ടുപേരും ഒരു ദുരുദ്ദേശത്തോടു കൂടെ അവരതിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ആ സമയത്ത് തന്നെ അള്ളാഹു അവരെ രണ്ടുപേരെയും 2 കല്ലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ നായില അസ്വാഫ് എന്ന് പറയുന്നത് കാലത്ത് വളരെ പ്രസിദ്ധമായ 2 വിഗ്രഹങ്ങളായിരുന്നു. പിന്നീട് ഈ കല്ലായി മാറിയ വിഗ്രഹത്തെ ആളുകൾ കാണുകയും ഒന്ന് സഫയിലും ഒന്ന് മർവയിലും സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ നിരവധി ദൈവങ്ങൾ അക്കാലത്ത് വ്യാപനത്തിലുണ്ടായിരുന്നു. ഈ ലാത്ത എന്ന ദൈവം വരുന്നത്, ലാത്തി എന്നൊരു പുണ്യ പുരുഷൻ അക്കാലത്ത് മക്കയിൽ ജീവിച്ചിരുന്നു. നമ്മൾ നേരത്തെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ മക്കയിൽ വരുന്ന ആളുകൾക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മക്കയിലെ വളരെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നു ഈ ലാത്തി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഇങ്ങനെ വിഗ്രഹം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണതയിലേക്കാണ് പിന്നീട് കാലം എത്തിച്ചേരുന്നത്. പിന്നീട് മറ്റേ വളരെ വ്യാപനമായി ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്ന വ്യഭിചാരം. പെണ്ണ് എന്നത് വളരെ ചരക്ക് വൽക്കരിക്കുന്ന തരത്തിലേക്ക് ആളുകൾ സ്ത്രീയെ മാറ്റിക്കൊണ്ടിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചാൽ അത് വളരെ അപമാനകരമായി കണ്ടിരുന്ന ഒരവസ്ഥയിലേക്ക് ആ കാലഘട്ടം എത്തിച്ചേർന്നിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചതാണെന്ന് അറിഞ്ഞാൽ അവർ ജീവനോടെ പച്ചക്ക് കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരരും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. ഒരു ഗ്രാമീണനായ മനുഷ്യൻ. അദ്ദേഹം പ്രവാചകന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. പെൺകുട്ടികൾ ജനിച്ചാൽ വളരെ അപമാനകരമായി കാണുന്ന ഒരു ഗോത്രത്തിലായിരുന്നു നബിയെ ഞാൻ ജനിച്ചത്. അങ്ങനെ ആർക്ക് പെൺകുട്ടി ജനിച്ചാലും അവരതിനെ ജീവനോടെ പച്ചക്ക് കുഴിച്ചു മൂടിയിരുന്ന വേദനാജനകമായ കാഴ്ചകൾ. അങ്ങനെ ഇരിക്കെയാണ് എനിക്കൊരു പെൺകുഞ്ഞ് പിറക്കുന്നത്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു നബിയെ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒരിക്കലും കുഴിച്ചുകൂടാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇതറിഞ്ഞ ആളുകൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഗോത്രം അങ്ങനെയായിരുന്നു. ആളുകൾ എന്നെ പരിഹസിക്കാനും കളിയാക്കാനൊക്കെ തുടങ്ങിയതോടുകൂടെ മറ്റു നിവൃത്തിയില്ലാതെയാണ് ഒരു ദിവസം രാവിലെ ഉറക്കുണർന്ന് ഞാൻ അവളെയും വിളിച്ചുണർത്തി അവൾക്ക് നല്ല ഭക്ഷണം നൽകി കുളിപ്പിച്ച് സുന്ദരിയാക്കി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് അവളെയും കൊണ്ട് ഞാൻ നടക്കാൻ ഇറങ്ങുന്നത്. ആളൊഴിഞ്ഞ മരുഭൂമിയിൽ ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ആ ചെറിയ കുഞ്ഞിനെ അരികത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ഒരു കുഴി കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ കുഴി എടുക്കുകയും കുഴി കുടിച്ച് ക്ഷീണിച്ച് ഞാൻ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ആ പൊന്നുമോള് എൻ്റെ അടുത്തേക്ക് ഓടി വരും നബിയെ. അവരെൻ്റെ താടിയിലും മുടിയിലൊക്കെ പറ്റിക്കിടക്കുന്ന മണ്ണുകളൊക്കെ ഇങ്ങനെ തട്ടിത്തരും. ആ സ്നേഹപ്രകടനങ്ങളൊന്നും ഞാൻ വീണില്ല നബിയെ. അവളെ ഞാൻ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു. കുഴിയിലേക്ക് തള്ളിയിട്ടപ്പോൾ ബാപ്പാ ബാപ്പാ എന്ന് അവൾ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. അവൾ കരയുന്ന അവളുടെ വായിലേക്കാണ് ഞാൻ ആദ്യത്തെ മണ്ണ് കോരിയിട്ടത്. അങ്ങനെ അവളെ പച്ചക്ക് ജീവനവിടെ കുഴിച്ചു മൂടി നബിയെ. ഈ കഥ പറഞ്ഞ അദ്ദേഹം അവസാനിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമങ്ങൾ പോലും കണ്ണീരിനാൽ നനഞ്ഞു കുതിർന്നിരുന്നു എന്ന് സ്വഹാബത്ത് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യമായിരുന്നു അക്കാലത്ത് ജാഹിലിയത്തിൽ നിലനിന്നിരുന്നത്. അക്കാലത്ത് 4 തരം വിവാഹങ്ങൾ നിലനിന്നിരുന്നുവെന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേത് ഇന്ന് നിലനിൽക്കുന്ന സാധാരണ വിവാഹങ്ങളായിരുന്നു. മറ്റൊന്ന്, ഒരാൾ തൻ്റെ ഭാര്യയെ സമൂഹത്തിലെ ഉന്നതരായ ആളുകളുടെ വീട്ടിലേക്ക് രാത്രിയായാൽ പറഞ്ഞേക്കും. അവരുടെ കൂടെ കിടക്ക പങ്കിടുകയും അങ്ങനെ ആ ഉന്നത കുല ജാതിയിൽപ്പെട്ട മനുഷ്യരുമായിട്ട് അവർ
രാത്രി പങ്കിടുകയും അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ഉന്നത കുടുംബവും അവർക്ക് ഉന്നത മഹിമയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ തൻ്റെ സ്വന്തം ഭാര്യയെ മറ്റുള്ള ആളുകളിലേക്ക് അയക്കുന്ന ഒരു പ്രവണതയും അക്കാലത്തുണ്ടായിരുന്നു. മറ്റ് മൂന്നാം തരത്തിൽപ്പെട്ട ഒരു കല്യാണം എന്നുള്ളത് 10 പുരുഷന്മാർക്ക് ഒരു സ്ത്രീ എന്ന തരത്തിലൊക്കെ വളരെ അരാജകത്വം നിറഞ്ഞ പ്രാകൃതമായ സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അങ്ങനെ ആ 10 പേർക്ക് ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് അവർ ജീവിതം മുന്നോട്ട് പോവുകയും അവസാനം ഇവർ ഗർഭിണിയായി കഴിഞ്ഞ് കുഞ്ഞ് പിറന്നാൽ ഈ സ്ത്രീ ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അതായിരിക്കും ഇവരുടെ ഈ കുഞ്ഞിന്റെ പിതാവ്. അത്തരത്തിൽ വളരെ ദുഷിച്ച ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആ കാലത്ത് നിലനിന്നിരുന്നു. പിന്നീട് 4മത്തത് വേശ്യാവൃത്തി വളരെ സ്വാഭാവികമായി നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നത്. ഇങ്ങനെ വേശ്യപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ വീടിന്റെ മുന്നിൽ ഒരു കൊടി നാട്ടുകയും ആളുകൾക്ക് മുഴുവൻ ഏത് സമയത്തും അവിടേക്ക് കയറി ചെല്ലാനുള്ള അവകാശമൊക്കെ നൽകുന്ന തരത്തിൽ വളരെ ഭീതിതമായിരുന്നു ആ സാഹചര്യം. അക്കാലത്ത് വിവാഹമോചനത്തിനോ വിവാഹത്തിനോ ഒരു കണക്കുമില്ലായിരുന്നു. എത്രയോ ഭാര്യമാരെ വിവാഹം കഴിക്കുകയും അതിലേറെ അവരെ വിവാഹമോചനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു തരത്തിൽ പ്രാകൃതമായ ലക്ഷ്യബോധങ്ങളില്ലാത്ത ജീവിത ലക്ഷ്യങ്ങളില്ലാത്ത ഒരു കുത്തൊഴിഞ്ഞ ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാന ഘടകം മദ്യമായിരുന്നു. മദ്യം എത്രത്തോളം സ്വാഭാവികമായും വളരെ പരോക്ഷമായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ കവിതകൾ പോലും അത് ആവർത്തിക്കുന്ന തരത്തിലായിരുന്നു. ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിത്തോട്ടത്തിൽ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണം, ആ മുന്തിരിവള്ളിയുടെ വേരുകൾ എൻ്റെ നരമ്പിനെ ഉത്തേജിപ്പിക്കട്ടെ എന്ന തരത്തിലേക്ക് പോലും അവരുടെ കവിതാ തലങ്ങൾ ഉയർന്നു വരികയും അത്തരത്തിൽ വളരെ നീചമായ മദ്യവും പെണ്ണും അതുപോലെ തന്നെ യുദ്ധവും വളരെ സ്വാഭാവികമായ തരത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്തിരുന്നു. വളരെ ചെറിയ കാരണങ്ങൾക്ക് പോലും എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് അവരുടെ യുദ്ധശീലങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു. ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ പറമ്പിലേക്ക് കയറിയതിൻ്റെ പേരിൽ 40 വർഷം നടന്ന യുദ്ധത്തിൻ്റെയൊക്കെ ചരിത്രം ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ചരിത്രകാരന്മാർ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ കുത്തുവരുന്നൊരു ജീവിതമായിരുന്നു മൊത്തത്തിൽ അറേബ്യയിൽ അന്ന് നിലനിന്നിരുന്നത്. ആ ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറഞ്ഞയക്കുന്നത്. പ്രവാചകന്റെ ഒരു ആവശ്യകത അത്രത്തോളമായിരുന്നു. ഇസ്ലാമിൻ്റെയും പ്രവാചകന്റെയും ഒക്കെ അധ്യാപനങ്ങൾ എടുത്തുദ്ധരിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്നിരുന്ന ഒരു മതം എങ്ങനെയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ അത് പ്രായോഗികമാകുക എന്നത്. ഇക്കാലത്തും ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന സംഭവങ്ങൾ ഇന്ന് 10 മടങ്ങ് ശക്തിയോടെയാണ് ഇക്കാലത്ത് അത് നിലനിൽക്കുന്നത്. സ്ത്രീ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യഭിചാരവും അതുപോലെയുള്ള നീചമായ പ്രവൃത്തികൾ മുഴുവനും എത്രയോ ശക്തിയോടുകൂടെ ഇക്കാലത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. യുദ്ധങ്ങൾ പറയുമ്പോൾ അതിലും വലിയ ആയുധ കച്ചവടവും മനുഷ്യ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലേക്ക് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്ന, ഹോസ്പിറ്റലിലും സ്കൂളിലൊക്കെ ബോംബിടുന്ന തരത്തിലേക്ക് പോലും നമ്മുടെ യുദ്ധമുറകൾ മാറുന്ന ഭീതിതമായ സാഹചര്യമുണ്ട്. മദ്യം അത്രത്തോളം സുലഭമായിരിക്കുകയാണ്. അപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മതത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനവും മത കൽപ്പനകളും മാത്രമാണ് ഈ ഖുർആനും ഹദീസും ഒക്കെയാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ മതം. അങ്ങനെ അക്കാലത്ത് ജാഹിലിയത്ത് അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ ചില നല്ല ആളുകൾ അവരിൽ നിലനിന്നിരുന്നു. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ വിശ്വസിച്ച സത്യത്തിൽ നിലനിന്നിരുന്ന കുറച്ച് ആളുകൾ ആ കാലത്തും ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ആള് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മുതൽ ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ അങ്ങനെ ദുഷ്ട മാർഗത്തിലോ ഒന്നും വഴിവെക്കാത്ത ആളായിരുന്നു. മക്കയിൽ തന്നെ അൽ അമീൻ എന്നതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിപ്പേര്. മറ്റൊരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകന്റെ കൂട്ടുകാരനായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരും വളരെ ഈ സത്യമാർഗത്തിൽ തന്നെയായിരുന്നു. മറ്റൊരാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇതുപോലെ സന്മാർഗത്തിൽ മാത്രം ജീവിച്ച ആളുകളായിരുന്നു. അതുപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം യഥാർത്ഥ ക്രിസ്ത്യൻ മതത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് വരുന്ന അതേ മതത്തിലും ആ ഗ്രന്ഥങ്ങളിലേക്ക് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന വേളയിൽ ഖദീജ ബീവി ചെല്ലുന്നതൊക്കെ ഈ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ്. ആ കഥയിലേക്കും സംഭവങ്ങളിലേക്കൊക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്. അങ്ങനെ വറഖത്ത് ബിൻ നൗഫൽ. അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നത് അമ്ർ ബിൻ നുഫൈൽ എന്നൊരു വ്യക്തിയായിരുന്നു. ഇതുപോലെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചിടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ ജീവനോടെ കുഴിച്ചിടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ആ കുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരാളായിരുന്നു അമ്ർ ബിൻ നുഫൈൽ. ഇങ്ങനെ ഒരുപാട് നല്ല വെളിച്ചങ്ങളും അക്കാലത്ത് ആ ജാഹിലിയ കാലഘട്ടത്തിന്റെ ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അക്കാലത്തും ചില നല്ല വെളിച്ചങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലബീദ് എന്നൊരു കവി, അഥവാ കഅബയിലെ വളരെ വിഖ്യാതനായ കവിയായിരുന്നു. അവിടെ നടക്കുന്ന
സദസ്സുകളിലൊക്കെ കവിത പാടുകയും അദ്ദേഹത്തിൻ്റെ കഅബയുടെ കില്ലയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തൂക്കി വെക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ലബീദ് വളർന്നിരുന്നു. അക്കാലത്തുണ്ടായിരുന്ന കവിതകൾ പോലും ആളുകളെ തിന്മ പ്രചോദിപ്പിക്കാനും കള്ളിനെ വിശേഷിപ്പിച്ചും പെണ്ണിനെ വിശേഷിപ്പിച്ചൊക്കെ ചെല്ലുന്ന കവിതകൾ അന്ന് രംഗങ്ങൾ മുഴുവനും കൊഴുകൊഴുപ്പിക്കുമ്പോൾ ലബീദിൻ്റെ കവിതകൾ മനുഷ്യരാശിക്ക് നന്മ പകർന്നുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെ ലബീദും ഒരു നല്ല മതത്തിൽ വിശ്വസിക്കുന്ന, നല്ല വിശ്വാസങ്ങൾ ഉടലെടുക്കുന്ന മൂല്യങ്ങളുള്ള ഒരാളായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇറങ്ങി തുടങ്ങിയതോടുകൂടെ ലബീദ് തൻ്റെ കവിതകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിലും നല്ല കവിത ഇനി എനിക്ക് പറയാനാവില്ല, അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും മനോഹരമായ വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ലബീദ് പിന്നീട് കവിത പറയുന്നതും ചൊല്ലുന്നതൊക്കെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യർ അക്കാലത്ത് നിലനിന്നിരുന്നു. അറേബ്യക്ക് പുറത്തേക്ക് നമ്മൾ അക്കാലത്ത് കണ്ണയക്കുകയാണെങ്കിൽ വളരെ വലിയ ശക്തിയായിട്ട് നിലനിന്നിരുന്നത് ഒന്ന് റോമും മറ്റൊന്ന് പേർഷ്യയുമായിരുന്നു. റോമിൽ ക്രിസ്ത്യൻ മതമാണെങ്കിൽ പേർഷ്യയിലുണ്ടായിരുന്നത് മജൂസികളായിരുന്നു, തീൻ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അതാണ് അറേബ്യയുടെ പുറത്തേക്ക് ഉണ്ടായിരുന്ന ഒരു ചിത്രം. ഇപ്പോൾ അറേബ്യയുടെ ചരിത്രവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ആ വംശം തുടങ്ങുന്ന ചരിത്രവും അക്കാലത്തുണ്ടായിരുന്ന ജാഹിലിയ്യത്തിൻ്റെ ചരിത്രവും ഒക്കെ നമ്മൾ കേട്ട സ്ഥിതിക്ക് ഇനി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലേക്ക്, ഖുറൈശികളിലേക്ക്, ആ വംശാവലിയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 21ാമത്തെ പിതാവാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്ന അദ്നാൻ എന്നുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിരുന്ന അബ്ദുള്ളയുടെ പിതാവായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ പിതാവായിരുന്ന ഹാഷിമിന്റെ പിതാവായിരുന്ന അബ്ദു മനാഫ് തുടങ്ങി ആ പരമ്പര ഇങ്ങനെ 21ാമതിലേക്ക് എത്തുമ്പോൾ അത് അദ്നാനിലേക്ക് എത്തുന്ന ഒരു ചരിത്രമുണ്ട്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അതിൽ എടുത്തുദ്ധരിക്കുന്ന ആ പരമ്പര മുഴുവനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടെ അതിൽ ചില ആളുകളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് കിനാനയാണ്. കിനാന എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14ാമത്തെ പിതാവായിട്ട് വരുന്ന ആളാണ് കിനാന. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സവിശേഷമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഖുറൈശികളുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഖുറൈശികൾ എന്നത് ഒരാളുടെ പേരോ ഒരു ഗോത്രത്തിൻ്റെ പേരോ അല്ല, മറിച്ച് 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ബനു ഹാഷിം, ബനു നളീർ തുടങ്ങിയ 10ലധികം ഗോത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ഖുറൈശികൾ എന്നത്. കാരണം ഇവ 10 ഗോത്രങ്ങളുടെയും കുടുംബം എത്തിച്ചേരുന്നത് ഈ ഖുറൈശികളിലേക്കാണ്. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ഫിർ എന്ന ആളുടെ വിളിപ്പേരായിരുന്നു ഖുറൈശ് എന്നത്. അദ്ദേഹത്തിലേക്കാണ് ഈ 10 ഗോത്രങ്ങളുടെയും പരമ്പര എത്തുന്നത്. അങ്ങനെ ഈ 10 ഗോത്രങ്ങളും ഉൾക്കൊള്ളുന്ന സമുച്ചയത്തിനാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. അത് ഒരു ഗോത്രത്തിന്റെ പേരല്ല. അക്കാലത്ത് മക്കയിൽ നിലനിന്നിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സാഹചര്യത്തിലും ഖുറൈശികളായിരുന്നു പ്രൗഢഗംഭീരമായ കുടുംബ മഹിമ കൊണ്ട് വിളിച്ചോതുന്ന ആ ഖുറൈശി കുടുംബം. അത് ഇത്തരത്തിൽ പരന്നു കിടക്കുന്നതായിരുന്നു. ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അറേബ്യയെ അള്ളാഹു എങ്ങനെ ഒരുക്കി കൊടുത്തു എന്നുള്ളത് വളരെ നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. അത് ഇങ്ങനെ വരും. അഥവാ അക്കാലത്തുണ്ടായിരുന്നത് ബനു ഖുസാ ഗോത്രക്കാരാണ്. നമ്മൾ പറഞ്ഞു ജുർഹും ഗോത്രക്കാരെ ആട്ടി ഓടിച്ചുകൊണ്ട് ബനു ഖുസാ ഗോത്രക്കാരാണ് മക്കയിൽ അധികാരികളായിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 300 വർഷക്കാലത്തോളം അത് തുടർന്നു പോരുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തിന് ശേഷം 300 വർഷത്തോളം അത് തുടർന്നു വരുന്നുണ്ട്. അതിനുശേഷം ഖുറൈശികൾ ഈ ഭരണം അവർക്ക് കീഴിലാവുന്നത് ഒരു മനോഹരമായ കഥയിലൂടെയാണ്. അത് ഇങ്ങനെയാണ്. അക്കാലത്തുണ്ടായിരുന്ന ഖുറൈശികൾ പല ഭാഗങ്ങളിലായിക്കൊണ്ട് മക്കയുടെ പുറത്തും കഅബയുടെ പുറത്തൊക്കെ ആയിക്കൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഈ ഖുറൈശികൾ മുഴുവനും കഅബയുടെ പരിസരത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നതൊക്കെ ഖുസയ്യ് ഇബ്നു കിലാബ് എന്നറിയപ്പെടുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5ാമത്തെ പിതാവാണ്. അഥവാ മക്കയുടെ അധികാരം ഖുറൈശികളുടെ കയ്യിലെത്തിക്കുന്നത് ഈ ഖുസയ്യാണ്. അത് ആ ചരിത്രം ഇങ്ങനെയാണ്. അഥവാ അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഭരണം ഖുറൈശികളിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കുന്ന ആ ഒരു ചരിത്ര പരമ്പരക്ക് ബനു ഖുസാ ഗോത്രം ഭരിച്ചിരുന്ന ഹുലൈൽ എന്ന വ്യക്തി, ആ ഹുലൈലിന്റെ മകൾ ഹുബ്ബയെ ഈ ഖുസയ്യ് ഇബ്നു കിലാബ് വിവാഹം ചെയ്യുന്നു. മക്കയുടെ അന്നത്തെ അധികാരികളായിരുന്ന ആളുടെ മകളെയാണ് ഈ ഖുസയ്യ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ഈ ഖുസയ്യ് ഈ ഹുബ്ബയെ വിവാഹം ചെയ്തതോടുകൂടെ മക്കയിൽ അധികാരി കുടുംബത്തിലേക്ക് ഈ ഖുസയ്യ് എത്തുകയാണ്. പിന്നീട് ഈ ഹുലൈലിന്റെ മരണശേഷം ഭരണം എത്തുന്നത്, തൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവരെക്കാൾ ശക്തനായി ഉണ്ടായിരുന്നത് ഈ ഖുസയ്യ് എന്ന തൻ്റെ മരുമകനായിരുന്നു. അങ്ങനെ മക്കയുടെ അധികാരവും ഭരണവും ഒക്കെ ഇവരിലേക്കാണ്, ഈ ഖുസയ്യ് എന്ന തൻ്റെ മരുമകനിലേക്കാണ് എത്തുന്നത്. അതോടുകൂടെ ഖുറൈശികളിലേക്ക് ഇവരുടെ ഭരണം എത്തുകയാണ്.
ഉടനെ ഈ കുസായ് ഗോത്രക്കാരെ തന്നെ കുസൈ മക്കയിൽ നിന്ന് അട്ടിയൊടുക്കുകയാണ്. ശേഷം തൻ്റെ കുടുംബക്കാരെ മുഴുവനും ഖുറൈശികളെ മുഴുവനും കഅബയുടെ സമീപ പ്രദേശത്തേക്കായി അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകയും അവിടെ സമ്മേളിപ്പിക്കുകയും അവിടെ വീട് എടുക്കുകയും അവരങ്ങനെ കഅബയുടെ പ്രദേശത്തേക്ക് തന്നെ അവരുടെ ജീവിതം മാറ്റുകയാണ്. അങ്ങനെ ഖുറൈശികളുടെ കയ്യിലേക്ക് കഅബയുടെയും മക്കയുടെയും ഒക്കെ അധികാരം വരികയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും സമ്മതിതരായിരുന്നു ആളുകൾ. കാരണം കുസൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം കഅബയുടെ അടുത്ത് ദാറുൻ നദ്വ എന്ന ഖുറൈശികളുടെ ഒരു പാർലമെന്റ് ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. മാത്രമല്ല കഅബയുടെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് വിദൂരതയിലേക്ക് അദ്ദേഹം പോയി അവിടെ വീട് വെച്ച് കൊടുക്കുകയും അങ്ങനെ കഅബയുടെ പ്രദേശം വളരെ മനോഹരമായ ഒരു തരത്തിലേക്ക് അദ്ദേഹം മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കുസൈ വളരെ മനോഹരമായി ആ ഭരണകാര്യങ്ങളെല്ലാം മക്കയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവർ വളരെ ഭംഗിയിൽ നിർവഹിക്കുന്നുണ്ട്. ഓരോരുത്തരെയും അവരവർക്കുള്ള ഡ്യൂട്ടികൾ നിർവഹിച്ചു കൊടുക്കുകയും ചില ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ, ചിലവർക്ക് ഭക്ഷണം കൊടുക്കാൻ, തീർത്ഥാടനത്തിലെത്തുന്ന ആളുകൾക്കൊക്കെ എല്ലാ സൗകര്യവും കുസൈൻ്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഖുറൈശികളെ എല്ലാവരും സമ്മതിക്കുന്ന തരത്തിലേക്ക് ഖുറൈശികളുടെ ഭരണം മാറുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ അറേബ്യയും ഖുറൈശികളൊക്കെ എങ്ങനെയാണ് അള്ളാഹു ആ മണ്ണിനെ ഒരുക്കിയെടുത്തത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജുർഹും ഗോത്രക്കാർ പോയപ്പോൾ സംസം കിണർ മൂടിയിട്ടായിരുന്നു അവർ പോയത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് സംസം കിണർ അവിടെ നിലവിലുള്ള വാർത്ത തന്നെ അവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഈ കുറ്റം ജുർഹും ഗോത്രക്കാർ ചെയ്തു പോയ പാപത്തിന് ഈ അതിനുശേഷം വരുന്ന ബനൂ ഖുസായ് ഗോത്രക്കാർ അതിനുവേണ്ടി പരിശ്രമിക്കില്ല എന്നതുകൊണ്ട് തന്നെ ആ കുറ്റം അവരൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. പിന്നീട് സംസം കിണറിന്റെ പുനരുദ്ധാനത്തിലേക്ക് നമ്മൾ കഥ എത്തുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ വളരെ ജലക്ഷാമം, സംസം കിണർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ക്ഷാമം അവിടെ നിലനിന്നിരുന്നു. തീർത്ഥാടനത്തിന് വരുന്നവരൊക്കെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടാണ് അന്ന് മക്കയിലേക്ക് വന്നിരുന്നത്. കുസൈ നല്ല നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കെ കുസൈ മരണത്തിലേക്ക് അടുക്കുകയാണ്. കുസൈന്റെ മരണശേഷം ഭരണം ഏറ്റെടുക്കുന്നത് അബ്ദുമനാഫാണ്. അഥവാ കുസൈന്റെ മകനായിരുന്ന അബ്ദുമനാഫ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അബ്ദുമനാഫിനെ പലർക്കും ഇഷ്ടപ്പെടുകയും ഭരണകാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായി അദ്ദേഹവും മക്കയെ ഭരിക്കുകയാണ്. അബ്ദുമനാഫിന്റെ കാലശേഷമാണ് അദ്ദേഹത്തിന്റെ മക്കളായിരുന്ന ഹാഷിമിലേക്ക് ഭരണം എത്തുന്നത്. അറേബ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നമ്മൾ എടുത്തുദ്ധരിക്കേണ്ട വ്യക്തിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിട്ട് വരുന്ന ഈ ഹാഷിം. മക്കയിൽ വരുന്ന തീർത്ഥാടകർക്ക് സ്വന്തം കൈ കൊണ്ട് ഈ ഈത്തപ്പഴം പൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് ലഭിക്കുന്നത്. ഇങ്ങനെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം മക്കയിലെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. മക്കയെ വളരെ സാമ്പത്തികമായ ഭദ്രതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത് ഈ ഹാഷിമാണ്. രാഷ്ട്രീയപരമായി മക്കയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ കുസൈ ആണെങ്കിൽ കൂടെ സാമ്പത്തികമായി ആ മക്കൾക്കും ഖുറൈശികൾക്കൊക്കെ അടിത്തറ പകരുന്നത് ഈ ഹാഷിമാണ്. അഥവാ അത് എങ്ങനെയായിരുന്നു? അവരുടെ സാമ്പത്തികമായി വലിയൊരു വരുമാന മാർഗം വന്നിരുന്നത് കച്ചവടവും കച്ചവട സംഘ യാത്രകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ കച്ചവടമായിട്ട് കൊണ്ടുപോയിരുന്ന മക്കക്കാർക്ക് അതിന് വലിയൊരു അടിസ്ഥാനമായ സൗകര്യം, അഥവാ ഉഷ്ണകാലത്ത് സിറിയയിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കുമുള്ള 2 കച്ചവട യാത്രകൾ സ്ഥാപിക്കുന്നത് ഈ ഹാഷിമാണ്. അതവർക്ക് വലിയമായ സാമ്പത്തികവും സാംസ്കാരികവുമായ നേട്ടങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ 2 പ്രദേശങ്ങൾ സിറിയയും യമനും അക്കാലത്തെ വളരെ വലിയ കച്ചവട ഹബ്ബുകളായിരുന്നു. അഥവാ സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടേക്കാണ് യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ചരക്കുകൾ വരുന്നതും ഇവരെല്ലാവരും സാധനം വാങ്ങാനും കൊടുക്കാനൊക്കെ വരുന്നത് ഈ സിറിയയിലേക്കാണ്. അവിടേക്കാണ് ഈ ഖുറൈശികളും അറബിയുടെ കച്ചവട സംഘത്തിന്റെ 1 വർഷത്തെ യാത്ര അവിടേക്ക് എത്തുന്നത്. അതോടുകൂടെ തന്നെ മക്കയിലേക്ക് അക്കാലത്ത് അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, ഒരിക്കലും അറിയുക പോലും ചെയ്യാത്ത ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അറേബ്യയിലേക്ക് എത്തുന്നുണ്ട്. അത് വളരെ വലിയ ഒരു വികസനത്തിനും സാമ്പത്തികമായ ഭദ്രതക്കും അവർ ഊക്കം നൽകുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിലേക്കൊക്കെ എത്തുന്ന സാധനങ്ങൾ അവർ ഇതുപോലെ അറേബ്യയിലേക്ക് കൊണ്ടുവരികയും അറേബ്യയിൽ ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. തീർത്ഥാടനത്തിന് വേണ്ടി കഅബയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ സാധനങ്ങളും ചരക്കുകളൊക്കെ വാങ്ങാൻ അറേബ്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ എത്തുകയും അത് വളരെ വലിയൊരു കച്ചവട സാധ്യതയും വിപണനമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയാണ് ഖുറൈശികൾക്കും മക്കക്കാർക്കും വളരെ വലിയൊരു സാമ്പത്തികമായ ഭദ്രത കൈവരുന്നത്. മറ്റൊരു സ്ഥലം എന്നുള്ളത് ശൈത്യകാലത്ത് അവർ നടത്തുന്ന അവരുടെ യമനിലേക്കുള്ള യാത്രയാണ്. യമനിനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തുണ്ടായിരുന്ന ഇന്ത്യ, ചൈന ഒക്കെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ വരുന്ന സ്ഥലമായിരുന്നു അന്നത്തെ യമൻ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും ചൈനയിൽ നിന്നുള്ള മറ്റു സാധനങ്ങളൊക്കെ എല്ലാം അറേബ്യയിലേക്ക് എത്തി തുടങ്ങി. ഇബ്രാഹിം
നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അവർക്ക് എല്ലാവിധ ഭക്ഷണ വിഭവങ്ങളും നീ ഭക്ഷിപ്പിക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഉത്തരം കാണുന്നത്. മക്കക്കാർക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റാത്ത ഒരുപാട് വിഭവങ്ങളും ചരക്കുകളും അങ്ങനെ മക്കയിലേക്ക് എത്തും. അങ്ങനെ 2 കച്ചവട യാത്രകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് അവരുടെ സാമ്പത്തികമായ വലിയ ഭദ്രതയ്ക്ക് കാരണം. അന്ന് ഈ അറേബ്യയിൽ നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട കച്ചവട സാധനം എന്നുള്ളത് കുന്തിരിക്കമായിരുന്നു. കുന്തിരിക്കം എന്നുള്ളത് ഒരു മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മരമാണ്. അതിൽ നിന്നെടുക്കുന്ന ഓയില് വളരെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ അമൂല്യമായ ഒരു സാധനമായിരുന്നു. കാലത്ത് സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിരുന്നു കുന്തിരിക്കം. അങ്ങനെ ഈ കുന്തിരിക്കം അവർ ഈ സിറിയയിലും യമനിലൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യുകയും അത് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എത്തുകയും ചെയ്യുന്ന വളരെ സാമ്പത്തികമായ വിപണനം അതുവഴി അവർക്ക് സാധ്യമാവുകയാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കച്ചവട സാധനങ്ങളായിട്ട് അറേബ്യയിലേക്ക് ഇവർ എത്തുമ്പോൾ പോലും കൊള്ളക്കാർ പോലും ഇവരെ കൊള്ളയടിക്കാറില്ല എന്നതാണ് ഒരു വലിയമായ സവിശേഷത. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനവും അതിനെ സംരക്ഷിക്കുന്ന ആളുകളുമാണ് ഈ ഖുറൈശികൾ. അതുകൊണ്ട് തന്നെ ഈ ഖുറൈശികളുടെ കച്ചവട സാധനങ്ങളോ അതിനെതിരെ കൈ ഉയർത്താൻ പോലും അറേബ്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന കൊള്ളക്കാർ പോലും ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. അക്കാലത്ത് കൊള്ളക്കാരെ കൊണ്ട് വലിയ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ, കച്ചവടക്കാർക്കൊക്കെ വലിയ നഷ്ടം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഖുറൈശികളുടെ കച്ചവട സംഘമാണ് ഈ വരുന്നത് എന്നറിഞ്ഞാൽ കൊള്ളക്കാർ അവരെ ഉപദ്രവിക്കുക പോലും ചെയ്യില്ല. അവർക്ക് പുതിയ വഴി പറഞ്ഞു കൊടുക്കുകയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അത്ഭുതകരമായ കാര്യമാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനമായ ചരിത്ര സംഭവം ഹാഷിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ വിവാഹമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക അള്ളാഹു ഒരുക്കി കൊടുത്തതുപോലെ തന്നെ മദീനയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടുംബപരമായി ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഹിജറയ്ക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നത് അവിടുത്തെ കുടുംബ വീടുകളിലൊക്കെയാണ്. അത് ഇങ്ങനെയാണ്. ഈ ഹാഷിം വിവാഹം കഴിക്കുന്നത് യസ്രിബില്. അദ്ദേഹം കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മദീനയിലെത്തി അവിടുത്തെ ഗോത്രമായിരുന്ന ബനൂ നജ്ജാറിലെ അതിസുന്ദരിയായ സെൽമ എന്ന യുവതിയെ കാണുകയും അവരോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും മക്കയിലെ ഖുറൈശികൾക്ക് അവർ വളരെ അഭിമാനത്തോടു കൂടെ തന്നെ ആ സെൽമയെ വിവാഹം കഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധവും അങ്ങനെ അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. മദീനയിൽ നിന്ന് ഈ സെൽമയെ കൂട്ടി ഹാഷിം ഇങ്ങോട്ട് തിരിച്ചു വരികയും ഇങ്ങനെ വളരെ മനോഹരമായിട്ട് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുകയുമാണ്. അങ്ങനെ ഇരിക്കെ ഈ സെൽമ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലാണ് ഹാഷിം ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി സിറിയയിലേക്ക് പുറപ്പെടുന്നത്. സിറിയയിലേക്ക് പുറപ്പെട്ട് അദ്ദേഹം ഗസയിലെത്തുമ്പോൾ, ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിലെത്തുമ്പോൾ അദ്ദേഹം രോഗം പിടിപെട്ട് അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ഇന്നും അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ഗസയിൽ ഹാഷിമിന്റെ പേരിൽ ഒരു പള്ളിയും അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ താൻ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഗസയിൽ വെച്ച് മരണപ്പെട്ട വിവരം അറിഞ്ഞതോടുകൂടി തന്നെ സെൽമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. കാരണം തൻ്റെ പിതാവില്ലാതെ തൻ്റെ മകനെ വളർത്തുന്ന ദുഷ്കരമായ കാര്യവും ഈ മകൻ വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ കുടുംബ മഹിമവും മുഴുവൻ എത്തിച്ചേരുന്നത് ഈ ഖുറൈശികൾക്കും തൻ്റെ പിതാവിലേക്കാണ് എന്നറിഞ്ഞതോടുകൂടി തന്നെ സെൽമ ഗർഭിണിയായിരിക്കെ തന്നെ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ആരും കാണാതെയുള്ള ഒരു യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. അങ്ങനെ സെൽമ മദീനയിൽ എത്തുകയും തൻ്റെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്നാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഷൈബ എന്നതായിരുന്നു ആ സുന്ദരനായ കുഞ്ഞിന്റെ പേര്. ആ കുഞ്ഞ് അങ്ങനെ മദീനയിൽ വളർന്നു വരികയാണ്. ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അബ്ദുൽ മുത്തലിബ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പയാണ് അബ്ദുൽ മുത്തലിബ്. ഹാഷിമിന്റെ മകനായിട്ട് വരുന്ന അബ്ദുൽ മുത്തലിബ് അങ്ങനെ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ മദീനയിലാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്ന വിശേഷണം വന്നു, പേര് വന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അങ്ങനെ ഹാഷിമിന്റെ സഹോദരനായിരുന്ന മുത്തലിബാണ് പിന്നീട് മക്കയുടെ അധികാരം ഏറ്റെടുക്കുന്നത്. ഹാഷിമിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ഗസയിൽ വെച്ച് മരണപ്പെട്ടതോടുകൂടെ ഈ മുത്തലിബാണ് പിന്നീട് മക്കയുടെ അധികാരം ഏൽക്കുന്നത്. ഇങ്ങനെ ഈ മുത്തലിബ് ഒരിക്കൽ മദീനയിലേക്ക് പോകുന്ന അവസരത്തിലാണ് തൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ വീട് കാണാൻ വേണ്ടിയിട്ട്, അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ എത്തുകയും അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് അവിടെ വളരുന്നുണ്ടെന്നും അവർ ഗർഭിണിയായിരുന്നു അന്ന് നാട് വിട്ടു പോകുന്ന അവസരത്തിലൊന്നും ഈ കുഞ്ഞിനെ കാണുകയും അവർ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരയുന്നുണ്ട്. കാരണം തൻ്റെ ജ്യേഷ്ഠനായിരുന്ന ഹാഷിമിന്റെ അതേ മുഖച്ഛയായിരുന്നു ആ ഷൈബ എന്ന ചെറിയ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ സെൽമയോട് വളരെ നിർബന്ധിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഇവർ മക്കയിലേക്ക് പോരുകയാണ്. മുത്തലിബ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം സെൽമ സമ്മതിക്കുന്നില്ല. തൻ്റെ കുഞ്ഞിനെ മക്കയിലേക്ക് കൊണ്ടുപോകാനും അവിടെ എത്തിക്കാനൊന്നും സെൽമക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ മുത്തലിബ് ഏറെ നേരം അവരോട് സംസാരിക്കുന്നുണ്ട്. മക്കയിലെ കഅബയുടെ സംരക്ഷകരായിട്ട് വരാൻ പോകുന്ന ഖുറൈശികളുടെ അടുത്ത നേതാവായിട്ട് ഇവനെ മാറ്റാമെന്നും കഅബയുടെ സംരക്ഷണമൊക്കെ ഇവന്റെ ചുമതലയിൽ ഏൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സെൽമ എന്ന മാതാവിൽ നിന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് മുത്തലിബ് ഈ നാട്ടിലേക്ക് പോരുന്നത്.
ഇതൊക്കെ കേട്ടപ്പോൾ ആ മാതാവ് വളരെ താല്പര്യത്തോടു കൂടെ തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് ആ മനോഹരമായ ഷെയ്ബ എന്ന കുഞ്ഞിനെയും കൊണ്ട് മുത്തലിബ് മക്കയിലേക്ക് വരുന്നത്. ഒട്ടകപ്പുറത്ത് ഈ ഷെയ്ബയും വെച്ച് വരുന്ന മുത്തലിബിനെ കണ്ട മക്കാർ വളരെ ആവേശത്തോടു കൂടെ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ് അഥവാ മുത്തലിബിന്റെ അടിമയാണ് ആ കൂടെ ഇരിക്കുന്ന കുഞ്ഞ് എന്നതായിരുന്നു അവർ അറിഞ്ഞിരുന്നത്. കാരണം മദീനയിൽ നിന്ന് ഒരു അടിമയെ വാങ്ങി വരുമായിരുന്നു എന്നാണ് കേട്ടത്. ഉടനെ മുത്തലിബ് വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾ കരുതുന്ന പോലെ അടിമയല്ല, മക്കയുടെ അടുത്തൊരു ഭരണാധികാരിയാണിത്. എൻ്റെ ജ്യേഷ്ഠൻ ഹാഷിമിന്റെ അവിടുത്തെ ഭാര്യ ഉണ്ടായിരുന്ന സെൽമയിലുള്ള കുഞ്ഞാണിത്. അതുകൊണ്ട് എൻ്റെ അടിമയല്ല, എൻ്റെ ജ്യേഷ്ഠന്റെ സഹോദരനാണ് എന്ന് മുത്തലിബ് പറയുന്നുണ്ട്. അങ്ങനെ വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ മക്കാർ സ്വീകരിക്കുകയാണ്. ആദ്യം വിളിച്ച അബ്ദുൽ മുത്തലിബ് എന്ന പേര് തന്നെയാണ്, മുത്തലിബിന്റെ അടിമ എന്ന നിലക്കുള്ള പേര് തന്നെയാണ് ജീവിതകാലം ഉടനീളവും അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത്. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മക്കയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ വരവിന്റെ സമയത്ത് വളരെ അവതീർണമായ ചരിത്ര രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഈ അബ്ദുൽ മുത്തലിബാണ്. മുത്തലിബിന്റെ മരണശേഷം ഭരണം എത്തുന്നത് അബ്ദുൽ മുത്തലിബിലേക്കാണ്. അദ്ദേഹം ഹാല എന്ന യുവതിയെ വിവാഹം ചെയ്യുന്നു. 10 മക്കളാണ് ആ ബന്ധത്തിൽ ഉണ്ടാവുന്നത്. അത് ഏറ്റവും നമ്മൾ എടുത്തിരിക്കേണ്ട ഒരാള് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിട്ട് വരുന്ന അബ്ദുള്ളയാണ്. മറ്റൊന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയപ്പയായിട്ട് വരുന്ന ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ത്വാലിബ് അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായിട്ട് വരുന്ന അബൂ ത്വാലിബ്, അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ 4 ആൺമക്കൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിട്ട് വരുന്ന അബ്ദുള്ള, അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായിട്ട് വരുന്ന അബൂ ത്വാലിബ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ഇളയപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു. ഈ 4 ആൺമക്കളാണ് പ്രധാനമായിട്ടും അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബ് മക്കയുടെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മക്കയിൽ നടക്കുന്ന ചില മനോഹരമായ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ മുഴുവനും പിടിച്ചു നിൽക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ മനോഹരമായ ചിത്രമാണ് ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണുന്നത്. ആ കഥകളെല്ലാം നമുക്ക് അടുത്ത അധ്യായത്തിൽ സംസാരിക്കാം.